സിറോ മലബാർ സഭയുടെ മെത്രാൻ സമിതി യോഗം അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം സമാപിക്കും. കുർബാന തർക്കത്തിൽ എറണാകുളത്തുള്ള വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന സിനഡിൽ അതേക്കുറിച്ച് ചർച്ചകൾ പോലും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ സിനഡിലും തീരുമാനമാകാതെ നീളും. അവസാനം ഇറങ്ങുന്ന സർക്കുലറിൽ ഇങ്ങനെയായിരിക്കും അതിൽ രേഖപ്പെടുത്തുക: അനുസരിക്കണം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത. അതിനിടയിൽ കർദിനാൾ മാർ ആലഞ്ചേരി പിതാവ് ഇതുവരെയും സിനഡിൽ പങ്കെടുക്കാത്തത് വലിയ ചർച്ചയായിട്ടുണ്ട് വിശ്വാസികൾക്കിടയിൽ. അതിനോടൊപ്പം പുതിയ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന് സഭാ ആസ്ഥാനത്ത് നൽകിയ സ്വീകരണത്തിലും വിവേചനം കാണിച്ചുവെന്ന വ്യാപകമായ പരാതി ഇപ്പോഴും വിശ്വാസികൾക്കിടയിലുണ്ട്. സിനഡിൽ പങ്കെടുക്കാൻ വന്ന കൂവക്കാട് പിതാവിന് സിനഡിൽ ഔദ്യോഗിക സ്വീകരണം നൽകാതെ ഡൈനിങ് ഹാളിൽ സ്വീകരണം ക്രമീകരിച്ചത് നേതൃത്വത്തിന്റെയും കുര്യയുടെയും കളികളുടെ ഭാഗമാണെന്ന് മെത്രാന്മാരിൽ നിന്ന് പോലും അഭിപ്രായം ഉയരുന്നുണ്ട്. മാത്രമല്ല, അവിടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിനഡ് ഒന്നിച്ചെടുത്ത തീരുമാനങ്ങൾക്കെതിരെ വിയോജനക്കുറിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച 5 പേരിൽ ചിലരാണെന്നതും ഗൗരവത്തോടെ കാണുന്നു. ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആലഞ്ചേരി പിതാവ് പങ്കെടുക്കാത്തതും ഒരുപക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാകും. വ്യാജരേഖ കേസ് പോലീസ് അന്വേഷണത്തിൽ 2 പിതാക്കന്മാരുടെ പങ്ക് വ്യക്തമായിരുന്നു. അതേക്കുറിച്ച് കഴിഞ്ഞ സിനഡിൽ ചോദിച്ചപ്പോൾ ഒരുപക്ഷെ പിതാവിനുണ്ടായ ദുരനുഭവമാകാം അത് ശരിവെക്കുന്ന കാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സഭാ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദ്യം ഉയരുകയാണ്. സിനഡ് സെക്രട്ടറിയുടെ നോമിനികളായ കുര്യയും വിമത വിയോജനക്കുറിപ്പ് എഴുതിയ ചിലരും ചേർന്നാണ് തലവനെയും ചേർന്ന് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും അടുത്ത ദിവസം ഇറങ്ങുന്ന സർക്കുലറിൽ വന്യജീവി പ്രശ്നം, കർഷക വിഷയങ്ങൾ തുടങ്ങി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വരെ ഇടപെട്ട കുർബാന വിഷയം തീർക്കാനാണ് സഹകരണ പ്രവർത്തനം വേണമെന്ന രീതിയിലേക്ക് തീരും. ഇനിയും വിശ്വാസികളെയും പ്രത്യേകിച്ച് സഭാനുകൂല സംഘടനാ നേതാക്കളെ പോലും ചൊൽപ്പടിക്ക് നിർത്തി പറ്റിക്കാനാണ് ശ്രമം. അങ്ങനെ ഭംഗിയായി പറ്റിച്ച് അടുത്ത ഓഗസ്റ്റ് സിനഡിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകും. വിശ്വാസികളെ തെരുവിൽ ഏറ്റുമുട്ടിക്കാൻ വിട്ടുകൊടുത്ത് സഭയെ തകർക്കാനുള്ള ശ്രമമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് വിശ്വാസികൾക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്.